സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിൻ്റെ പാർട്ട് 3 റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുണിൻ്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണെന്ന് തന്നെ ഡോക്ടർ പറയുവാണ്. മരുന്നുകളോടൊന്നും വരുണിൻ്റെ ബോഡി പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് തരാനായിട്ട് ഇപ്പോൾ സാധിക്കില്ല. അങ്ങനെ ഡോക്ടറിൻ്റെ ആ വാക്കുകൾ കേട്ട് എല്ലാവരും ടെൻഷനോട് കൂടി ഇരിക്കുകയാണ്. ഈ സമയം ഈ വാക്കുകളൊക്കെ കേട്ട് രാധിക തകർന്നു പോകുവാണ് കേട്ടോ. രാധിക നേരെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ അവിടെ ചെന്ന് ഭഗവാന്റെ മുമ്പിൽ വരുണിൻ്റെ ജീവന് വേണ്ടി കരഞ്ഞപേക്ഷിക്കുവാണ് കേട്ടോ രാധിക. ഭഗവാനെ, ഒരു തെറ്റും ചെയ്യാത്തൊരു പാവമാണ് വരുൺ. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ വരുൺ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചത്. അതിൻ്റെ പേരിലാണ് പാവം വരുണിപ്പോൾ കുത്തി കിട്ടിയതും. എൻ്റെ കഴുത്തി താലി കെട്ടിപ്പോയെന്നൊരു തെറ്റ് ചെയ്തത് കൊണ്ടാണോ വരുൺ ഇങ്ങനെ ഓരോ കഷ്ടപ്പാട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നതും? എൻ്റെ വരുണിന് ഒരബദ്ധം വരുത്തല്ലേ. വരുണിനെ എനിക്ക് തിരികെ മടക്കി തരണം നീ. അതിന് പകരമായിട്ട് നീ എൻ്റെ ജീവൻ എടുത്തോളൂ. എൻ്റെ വരുണിന് ഒരബദ്ധം വരുത്താൻ പാടില്ല എന്നും പറഞ്ഞ് രാധിക കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം രാധിക അവിടെ നിന്ന് കരയുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ അമ്പലത്തിലെ ഒരു സന്യാസിനി സ്ത്രീ ശ്രദ്ധിക്കുവാണ് കേട്ടോ. അങ്ങനെ അവർ രാധികയുടെ അരികിലേക്ക് വരുവാ. മോൾ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് മോൾ ഈ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുവാന്ന് പറഞ്ഞത്? മോളുടെ ഭർത്താവിനാണോ അപകടം പറ്റിയത്? അന്നേരം രാധിക ഒന്നും പറയാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അന്നേരം ആ സന്യാസിനി സ്ത്രീ പറയണേ, മനസ്സിലായി, മോളിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടാലേ അറിയാം മോളുടെ ഭർത്താവിന് എന്തോ അപകടം പറ്റിയെന്ന്. മോള് വിഷമിക്കണ്ട. മോളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഒരു ദൈവികത്വം നിറഞ്ഞു തുളുമ്പുന്ന മുഖമാണിത്. മോളൊരു പ്രാർത്ഥനയുമായിട്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല. ഈ അമ്പലത്തിലെ ഒരു പ്രത്യേകതയുണ്ട്. സുമംഗലികളായ പെൺകുട്ടികൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രത്യേക ചില വഴിപാടുകൾ നടത്തിയാലുണ്ടല്ലോ, അവരുടെ ഭർത്താക്കന്മാർക്ക് ആയുസ്സും ആയുരാരോഗ്യവും കിട്ടും. എന്തെങ്കിലും ഒരു ആപത്ത് അവരുടെ ആയുസ്സിന് തടയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ എളുപ്പത്തിൽ നീക്കം ചെയ്യാനും പറ്റും. അത് കേൾക്കുന്നതും രാധികക്ക് ആകാംക്ഷയാകുവാണ്. രാധിക ആ പൂജന വഴിപാടുകളെയൊക്കെ കുറിച്ച് ആ സന്യാസിനി സ്ത്രീയോട് ചോദിക്കുവാണ്. അന്നേരം അവർ പറയുവാണ്, പൂർണ്ണമായ ഭക്തിയോടും അർപ്പണത്തോടും കൂടി മാത്രം ആ പൂജാകർമ്മങ്ങൾ ചെയ്താൽ മാത്രമേ ബലം ഉണ്ടാകുകയുള്ളൂ. അതിനായിട്ട് ആദ്യം തന്നെ ഭർത്താവിനെ കുറിച്ച് മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ക്ഷേത്രത്തിനു ചുറ്റും 100 തവണ പ്രദക്ഷിണം ചെയ്യണം. അതിനുശേഷം അമ്പലത്തിലെ കുളത്തിൽ നിന്നും വെള്ളമെടുത്ത് ഭഗവാന് ധാരയായി സമർപ്പിക്കണം. പിന്നീട് ഇവിടുത്തെ നേർച്ചയായി കിട്ടുന്ന ഭക്ഷണം അത് ആ കല്ലിൻ്റെ പുറത്ത് കണ്ടോ, അവിടെ ഇരുന്ന് മുഴുവൻ ഭക്ഷണവും കഴിക്കണം. അതിനുശേഷം കനൽ പൂജ. ഇതെല്ലാം പരിപൂർണ ഭക്തിയോടും ശുദ്ധിയോടും കൂടി നടത്തുവാണെങ്കിൽ മാത്രം കനൽ പൂജയിൽ മോൾക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. കനലിലൂടെ ഭഗവാന്റെ ധാരയും എടുത്തുകൊണ്ട് നടന്ന് ആ ഒരു പ്രദക്ഷിണവും കൂടി പൂർത്തിയാക്കണം. അങ്ങനെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മേലെ ജീവൻ്റെ എന്തെങ്കിലും ആപത്ത് വന്ന് ഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശേഷം നീങ്ങി മാഞ്ഞു പോകും. പിന്നെ ഈ പൂജയൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ കുറച്ച് കഠിനമാണ്. അതിൻ്റേതായ ഭക്തിയോടും അർപ്പണത്തോടും കൂടി ചെയ്തു കഴിഞ്ഞാൽ മോൾ കൊണ്ടിത് പൂർത്തിയാക്കാൻ പറ്റും. അത് കേൾക്കുന്നതും രാധിക പറയണേ, ഞാനിത് ചെയ്തോളാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെ ചെയ്തോളാം. എൻ്റെ വരുണിന് ഒരബദ്ധം വരുത്താൻ പാടില്ല. അങ്ങനെ ഭർത്താവിന് വേണ്ടിയിട്ടുള്ള ആ പൂജകൾ ചെയ്യാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും രാധിക എടുക്കുവാണ്. അങ്ങനെ രാധിക അമ്പലക്കുളത്തിൽ മുങ്ങി കുളിച്ചു വന്ന് ദേവിയുടെ സന്നിധി വെച്ചിരിക്കുന്ന സിന്ദൂരം എടുത്ത് നെറുകയിൽ ചേർത്തുവാണ്. താലിയും എന്നിട്ട് പൂജ നടത്തുവാണ്. അതിനുശേഷം ആ സ്ത്രീ പറഞ്ഞതുപോലെ അമ്പലത്തിന് ചുറ്റും ശയനപ്രദക്ഷിണം ചെയ്ത് ആ വഴിപാട് പൂർത്തിയാക്കുവാണ്. പിന്നീട് ജലനാട നടത്തുകയും പറഞ്ഞതുപോലെയുള്ള മറ്റു കർമ്മങ്ങളും ചെയ്ത് കനലിലൂടെ നടക്കുവാണ് രാധിക. അങ്ങനെ അതെല്ലാം വഴിപാടുകളും കൃത്യമായി തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം അമ്പലത്തിൽ നിന്നുള്ള വഴിപാടും പ്രസാദവും ഒക്കെ വാങ്ങി രാധിക നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. അങ്ങനെ രാധിക ആ ഒരു പ്രസാദം വരുണിൻ്റെ നെറ്റിയിൽ ചേർത്താനായിട്ട് അകത്തേക്ക് കയറാൻ ശ്രമിക്കുമായിരിക്കും. ഈ സമയം പ്രിയങ്ക തടയുക. എങ്ങോട്ടാ? അകത്ത് കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ്. നിങ്ങൾക്കങ്ങനെ ഏത് നേരം ഓടിപ്പോയി കാണാനൊന്നും പറ്റില്ല. അന്നേരം രാധിക പറയണേ, മോളെ പ്രിയങ്ക, ഇത് ഞാൻ വരൻ്റെ പേര് കഴിച്ച വഴിപാടാണ്. ഈ പ്രസാദം ഞാൻ വരൻ്റെ നെറ്റിയിലൊന്ന് ചേർത്തിക്കോട്ടെ. നിങ്ങളാരാ വരന് വേണ്ടി വഴിപാട് നടത്താൻ? അതിനൊക്കെ ഞാനുണ്ട്. വരണിൻ്റെ ഭാര്യ ഞാനാണ്. നിങ്ങളെന്താ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലുള്ള പൂജയും വഴിപാടെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? വരണിനെ ഈ അവസ്ഥയിലാക്കിയത് തന്നെ നിങ്ങളാണ്. ഇനിയെങ്കിലും ഇവിടെ നിന്ന് പൊക്കൂടെ? നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പ്രസാദവും വേണ്ട, ഒന്നും വേണ്ട എൻ്റെ വരുണിന്. അത് കേട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുവാ. പ്രിയങ്കേ, വരുണി അവസ്ഥയിൽ കിടക്കുമ്പോഴും ഇങ്ങനെയാണോ നീ സംസാരിക്കുന്നത്? രാധിക്ക് മോൾ അകത്തേക്ക് ചെല്ല്. ഈ പ്രസാദം മോള് തന്നെ വരുണിന് തൊട്ട് കൊടുക്കണം. മോളുടെ പ്രാർത്ഥന ദൈവം ഉറപ്പായിട്ടും കേൾക്കും. നീ അങ്ങോട്ട് ചെല്ലും മോള്. അങ്ങനെ പറഞ്ഞ് രാധികയെ ICUവിലേക്ക് കയറ്റിവിടുവാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുവാണ് കേട്ടോ പ്രിയങ്ക. അങ്ങനെ അകത്ത് കയറുന്ന രാധിക വരുണിൻ്റെ നെറ്റിയിൽ ആ പ്രസാദം ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ട് വരുണിൻ്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. രാധികയുടെ കണ്ണീര് വരുണിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വീഴുവാണ്. ഈ സമയം വരുൺ ചെറുതായിട്ട് കൈയൊക്കെ അനക്കുന്നുണ്ട് കേട്ടോ. അത് കാണുന്നതും രാധികക്ക് ഒത്തിരി സന്തോഷമാക്കുവാണ്. രാധിക ഉടനെ തന്നെ ഈ വിവരം ഡോക്ടറെ അറിയിക്കുവാണ് കേട്ടോ.
അങ്ങനെ ഡോക്ടർ വന്ന് വരുണിനെ പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ വരളി മാറ്റം നല്ലൊരു സൂചനയാണെന്ന് ഡോക്ടർ എല്ലാവരോടും പറയുവാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ആശ്വാസമാകുവാണ്. വരുണിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർ പറയുവാണ് കേട്ടോ. അത് കേട്ട് ആശ്വാസത്തോടെ അവിടെ നിൽക്കുമായിരിക്കും രാധിക. ഈ സമയം രാധികയുടെ അരികിലേക്ക് മുത്തശ്ശി ചെല്ലുവാണ്. എന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് പറയണേ, മോളെ, മോളുടെ പ്രാർത്ഥന കാരണം വരുൺ തിരിച്ചു വന്നത്. അതിവിടെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഈ മുത്തശ്ശിക്കറിയാം. ഭഗവാന്റെ പ്രിയപ്പെട്ട കുട്ടിയല്ലേ മോള്. അതുകൊണ്ട് തന്നെ മോളൊരു കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഭഗവാനെ നിരസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞ രാധികയെ ചേർത്ത് പിടിക്കുവാണ്ടോ മുത്തശ്ശി. എന്നിട്ട് മനസ്സിൽ പറയണേ, എൻ്റെ വരുണിൻ്റെ ഭാഗ്യമാണ് നീ. വരുണിൻ്റെ മാത്രമല്ല, ഞങ്ങൾ കണിമംഗലത്ത് കുടുംബത്തിന് കിട്ടിയ നീതി തന്നെയാണ് നീ. ഇനിയും നിന്നെ കണിമംഗലത്ത് നിന്നും അകറ്റി നിർത്തിക്കൂടാ. വരുണിൻ്റെ ഭാര്യയായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിന്നെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും എന്ന് മുത്തശ്ശി പറയുവാണ്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്